വീട്ടിലെത്തിയിട്ട് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഉറക്കമൊക്കെ എണീറ്റ് രാവിലെ മൗഗ്ലിയും കൊണ്ട് നടക്കാനിറങ്ങി. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിരുന്നപ്പോൾ ഉമ്മച്ചി ഉച്ചയ്ക്കുള്ള ഫുഡിൻ്റെ തയ്യാറെടുപ്പിലാണ് കേട്ടോ. ആദ്യം തന്നെ ചക്കയൊക്കെ ശരിയാക്കി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മീൻകറി വെക്കാൻ പോവാണ് കേട്ടോ. വറുത്തരച്ച മീൻകറിയാണ് വെക്കാൻ പോകണേ. അപ്പോൾ അതിന് വേണ്ടി മസാലകളൊക്കെ ആദ്യം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് തേങ്ങയിലേക്ക് ഈ വറുത്ത് വെച്ച മസാലകളൊക്കെ ഇട്ട് ആവശ്യത്തിന് പുളിയും വെള്ളവും പിന്നെ സവാളയൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ അരച്ചെടുത്ത മിക്സിലേക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് പിന്നെ തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഇത് നേരെ അടുപ്പിലേക്ക് വെക്കാനാണ് കേട്ടോ, ഇത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് നമുക്കിവിടെ മീൻ കിട്ടിയിരിക്കുന്നത് ചൂരയും പിന്നെ ചാളയുമാണ് കേട്ടോ. അപ്പോൾ അതിൽ ചൂര കറി വെക്കാനും ചാള ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ച് എടുത്ത് വെക്കേണ്ടത്. അപ്പോൾ കട്ട് ചെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്ത് വെച്ചേ ഉള്ളൂ. ഇത് കാണാൻ നല്ല ഭംഗിയാണ്, എനിക്ക് ഫിഷ് ക്ലീൻ ചെയ്യുന്നത് കാണാൻ നല്ല രസമാണ്, അതുകൊണ്ട് എടുത്ത് വെച്ചതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ കറി ഇപ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഒരു 10-15 മിനിറ്റ് നമ്മുടെ കറി റെഡിയാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫിഷ് ഫ്രൈ സെറ്റാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇതൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു സിമ്പിൾ ഫിഷ് ഫ്രൈ ആണ് കേട്ടോ. എന്നിട്ട് ഇത് എണ്ണയിലിട്ട് നന്നായി വറുത്തെടുക്കുകയാണ്. അടുത്തിനി ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വെച്ചുള്ളൊരു കറിയാണ് കേട്ടോ. ചക്ക ഉടച്ചതെന്നൊക്കെ പറയത്തില്ലേ, അത് ഇവിടെ ചക്ക കൂടുതൽ കിട്ടുന്ന സമയങ്ങളിൽ ഉമ്മച്ചി സ്ഥിരമായിട്ട് ഉണ്ടാക്കാറുള്ളതാണ്. ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഡിഷും കൂടെയാണ് ഉമ്മച്ചിയുടെ. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കൂട്ട് റെഡിയായൊക്കെ എടുക്കുന്നുണ്ട്. തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, പച്ചമുളക് പിന്നെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടൊരു കൂട്ട്. എന്നിട്ട് ഈ വേവിച്ച് വെച്ച ചക്കയും ഈ കൂട്ടും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ കറക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് എണ്ണയിലിട്ട് നന്നായി കടുക് വറുത്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുമ്പോൾ തന്നെ നമ്മുടെ ചക്കക്കറി റെഡിയാണ്. ഇത് ഒടുക്കത്തെ ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ ഉമ്മച്ചി ഉണ്ടാക്കുന്ന ഡിഷുകളിൽ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഡിഷാണ് ഈ ചക്കക്കറി. ഇത് മീൻകറിയുടെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെ ഒക്കെ സൂപ്പറായി പോവും. ചോറിൻ്റെ കൂടെയും കഴിക്കാം, അല്ലാണ്ട് ഒറ്റയ്ക്കും കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ ചോറ്, മീൻകറി, മീൻ പൊരിച്ചത്, ചക്കക്കറി. ഇനി വേറെ ആർഭാടങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഒന്ന് ആസ്വദിച്ച് കഴിച്ചാൽ മാത്രം മതി. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.